അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിരിക്കുന്നതായി അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരുവൻ ഖുർആൻ പഠിച്ച് അത് മനഃപ്പാഠമാക്കുകയും അതിലുള്ള ഹലാലിനെ ഹലാലായും ഹറാമിനെ ഹറാമായും മനസ്സിലാക്കുകയും ചെയ്താൽ അല്ലാഹു തആല അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. കൂടാതെ അവൻ്റെ കുടുംബത്തിൽ നിന്ന് നരകത്തിൻ്റെ അവകാശികളായി പോയ അല്ലെങ്കിൽ നരകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 10 പേരുടെ കാര്യത്തിൽ അവൻ്റെ ശുപാർശയെ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. സത്യവിശ്വാസികളെയെല്ലാം അവർ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചതിന് ശേഷമാണെങ്കിലും ശരി അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. എന്നാൽ ഖുർആൻ ഹാഫിദിന് കിട്ടുന്ന മഹത്വം ആദ്യമേ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന നിലയിലാണ്. ശുപാർശ സ്വീകരിക്കപ്പെടുന്ന 10 പേര് എന്ന് പറഞ്ഞിട്ടുള്ളത് വൻ പാപങ്ങൾ ചെയ്ത പാപികളാണ്. കാരണം കാഫിറുകളുടെ വിഷയത്തിൽ ശുപാർശയെ ഉണ്ടായിരിക്കുന്നതല്ല. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിസ്സാലിമീന മിൻ അൻസ്വാർ. നിശ്ചയമായും അല്ലാഹുവിനോട് ശിർക്ക് വെക്കുന്നവരുടെ മേൽ അവൻ സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അവരുടെ താമസ സ്ഥലം നരകമാണ്. അക്രമികൾക്ക് ഒരു സഹായിയും ഉണ്ടായിരിക്കുന്നതല്ല. പരിശുദ്ധ ഖുർആൻ മറ്റിടത്ത് അല്ലാഹു പറയുന്നത് ഇങ്ങനെ: മാ കാന ലിനബിയ്യിൻ വല്ലദീന ആമനൂ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ. നബിക്കും സത്യവിശ്വാസികൾക്കും അവർ മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക എന്നത് പറ്റിയതല്ല. ഇപ്രകാരം മുശ്രിക്കീങ്ങൾക്ക് പൊറുക്കപ്പെടുകയില്ലെന്ന് വ്യക്തമായ അനേകം തെളിവുകളുണ്ട്. അതുകൊണ്ട് ഹാഫിദുകളുടെ ശുപാർശ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പാപങ്ങൾ കാരണമായി നരകത്തിൽ കിടക്കുന്നതിന് വിധിക്കപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ള ശുപാർശ മാത്രമാണ്. ആരെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരുപക്ഷെ അവൻ ഖുർആൻ ഹാഫിദായിട്ടില്ലെങ്കിലും അവനെക്കൊണ്ട് ഹിഫ്ള് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അവൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ആരെയെങ്കിലും ഹിഫ്ള് ചെയ്യിപ്പിക്കുകയാണ് ആവശ്യമായിട്ടുള്ളത്. അവൻ കാരണമായി ഇവനും ദുഷ്പ്രവർത്തികളുടെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവനായിത്തീരുന്നതാണ്. ഒരാളുടെ പിതാവ്, മാതാവ്, പിതൃവ്യൻ, പിതാമഹൻ, മാമ മുതലായവരെല്ലാം ഹാഫിദുകളായിരിക്കുന്നു. അയാൾക്ക് അള്ളാഹു എത്ര വലിയ അനുഗ്രഹമാണ് ചെയ്തു കൊടുക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഖുർആൻ പഠിക്കുകയും അത് ഓതിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. കാരണം ഖുർആൻ പഠിച്ച് അത് ഓതുകയും അത് ഓതി തഹജ്ജുദ് നിസ്കരിക്കുകയും ചെയ്യുന്നവൻ്റെ ഉപമ എല്ലാ സമയത്തും സുഗന്ധം അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന കസ്തൂരി നിറച്ച തോൽപാത്രം പോലെയാണ്. എന്നാൽ ഖുർആൻ പഠിച്ചിട്ട് ഉറങ്ങിക്കളയുന്നവൻ്റെ ഉപമ വായ് കെട്ടി വെക്കപ്പെട്ട കസ്തൂരി നിറച്ച പാത്രം പോലെയാണ്. അതായത് പരിശുദ്ധ ഖുർആൻ പഠിച്ച് അതിനെ സൂക്ഷിക്കുകയും അതിൻ്റെ ധർമ്മമനുസരിച്ച് നടക്കുകയും രാത്രികാലങ്ങളിൽ നിസ്കാരത്തിൽ അത് ഓതുകയും ചെയ്യുന്നവൻ്റെ ഉപമ തുറന്നു വെച്ചിരിക്കുന്ന കസ്തൂരിപാത്രം പോലെയാണ്.
അതിൻ്റെ സുഗന്ധം കൊണ്ട് എല്ലാ സ്ഥലങ്ങളും വാസനിച്ചു കൊണ്ടിരിക്കും. ഇതേ നിലയിൽ ഹാഫിദിൻ്റെ ഓതൽ കൊണ്ട് എല്ലാ സ്ഥലങ്ങളും നൂറുകളാലും ബർക്കത്തുകളാലും അലങ്കരിക്കപ്പെട്ടതായിത്തീരും. അവൻ പോകുന്നിടത്തെല്ലാം പ്രകാശമായിരിക്കും. എന്നാൽ ഹാഫിദ് ഉറങ്ങിക്കളയുകയോ അശ്രദ്ധ കൊണ്ട് ഓതാൻ സാധിക്കാതിരിക്കുകയോ ചെയ്താലും അവൻ്റെ ഹൃദയത്തിലുള്ള പരിശുദ്ധ ഖുർആൻ കസ്തൂരി തന്നെയാണ്. എങ്കിലും അവൻ്റെ അശ്രദ്ധ കാരണമായി മറ്റുള്ളവർക്ക് അതിൻ്റെ ബർക്കത്തുകൾ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ അവൻ്റെ ഹൃദയം ഏതവസ്ഥയിലും ആ കസ്തൂരി നിറക്കപ്പെട്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയിരിക്കുന്നതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഏതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഖുർആൻ ഷരീഫിൽ നിന്നുള്ള ഒരംശവും സൂക്ഷിക്കപ്പെട്ടിട്ടില്ലയോ അവൻ ശൂന്യമായ വീട് പോലെയാണ്. എന്തെങ്കിലും ഖുർആൻ ഒരായത്തെങ്കിലും അറിഞ്ഞുകൂടാത്തവന്, മനഃപ്പാടമാക്കാത്തവന് തകർന്നടിഞ്ഞ വീട് പോലെയാണ്. ശൂന്യമായ വീടിനോട് സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളതിൽ ഒരു പ്രത്യേക ആശയമുണ്ട്. അതെന്താണെന്നറിയോ? കാലിയായ വീട്ടിലെ പിശാച്ച് കയറിക്കൂടുന്നു, ചെകുത്താൻ കയറിക്കൂടുന്നു എന്നൊരു ചൊല്ലുണ്ട്. ഇതേ രീതിയിൽ പരിശുദ്ധ ഖുർആനിൽ നിന്നും ഒഴിവായിരിക്കുന്ന ഹൃദയത്തിൽ ശൈത്വാന്മാർ കൂടുതൽ അധികാരം നടത്തുന്നതാണ്. ഈ ഹദീസിൽ ഖുർആൻ മനഃപ്പാടമാക്കുന്ന വിഷയത്തിൽ ഇത്രമാത്രം താക്കീത് നൽകിയിരിക്കുന്നു എന്ന് ചിന്തിക്കണം. പരിശുദ്ധ ഖുർആൻ സൂക്ഷിക്കപ്പെടാത്ത ഹൃദയത്തെ ശൂന്യമായ വീടിനോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന വീട്ടിൽ കുടുംബാദികൾ അധികരിക്കുന്നതും അവരിൽ നന്മയും ഐശ്വര്യവും വർദ്ധിക്കുന്നതുമാണ്. മലക്കുകൾ അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയും ശൈത്താന്മാരെ അവിടെ നിന്നും ദൂരമാക്കപ്പെടുകയും ചെയ്യും. ഖുർആൻ ശരീഫ് ഓതപ്പെടാത്ത വീട്ടിൽ ദാരിദ്ര്യവും ഐശ്വര്യമില്ലായ്മയും ഉണ്ടാകും. മലക്കുകൾ ആ വീട്ടിൽ നിന്ന് പോയിക്കളയുകയും ശൈത്താന്മാർ അവിടെ പ്രവേശിക്കുകയും ചെയ്യുന്നതാണ്. ഖുർആൻ ശരീഫ് ഓതപ്പെടാത്ത വീടാണ് കാലിയായ വീട് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവർകളിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ചില ഉലമാക്കൾ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി ആയിഷ ബീവി നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസ് ഇങ്ങനെ: നമസ്കാരത്തിൽ ഖുർആൻ ശരീഫ് ഓതുന്നത് നമസ്കാരത്തിൽ അല്ലാതിരിക്കുമ്പോൾ ഓതുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. നമസ്കാരത്തിൽ അല്ലാതിരിക്കുമ്പോൾ ഖുർആൻ ഓതുന്നത് തസ്ബീഹ് തക്ബീറുകളേക്കാൾ ശ്രേഷ്ഠമാണ്. തസ്ബീഹ് സദക്കയേക്കാൾ ശ്രേഷ്ഠമാണ്. സദക്ക സുന്നത്ത് നോമ്പിനേക്കാൾ ശ്രേഷ്ഠമാണ്. നോമ്പ് നരകത്തിൽ നിന്നും കാവലുമാണ്. ഖുർആൻ ഓതലേ ദിക്റുകളേക്കാൾ ശ്രേഷ്ഠമായതാണ് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇത് അള്ളാഹുവിൻ്റെ വചനമാണ്. മറ്റുള്ളവരുടെ വചനങ്ങളേക്കാൾ അള്ളാഹുവിൻ്റെ വചനത്തിനുള്ള ശ്രേഷ്ഠത മറ്റ് സൃഷ്ടികളേക്കാൾ അള്ളാഹുവിനുള്ള ശ്രേഷ്ഠത പോലെയാണ് എന്ന ഒരു ഹദീസ് വ്യക്തമാണ്. അള്ളാഹുവിൻ്റെ ദിക്റ് സ്വതക്കയേക്കാൾ ശ്രേഷ്ഠമായതാണ് എന്ന കാര്യം മറ്റ് പല ഹദീസുകളിലും വന്നിട്ടുണ്ട്. എന്നാൽ സ്വതക്ക നോമ്പിനേക്കാൾ ശ്രേഷ്ഠമായതാണോ എന്ന കാര്യം മറ്റ് ചില റിവായത്തുകൾക്ക് മാറ്റമാണ്. നോമ്പാണ് സദക്കയേക്കാൾ ശ്രേഷ്ഠമായത് എന്ന് ചില ഹദീസുകൾ അറിയപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് സന്ദർഭമനുസരിച്ചാണ് വ്യത്യാസമായിക്കൊണ്ടിരിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ നോമ്പ് ശ്രേഷ്ഠമായതായിരിക്കും, മറ്റ് ചില സന്ദർഭങ്ങളിൽ സദക്കയായിരിക്കും ശ്രേഷ്ഠമായത്. ഇതേ നിലയിൽ ആളുകളുടെ സ്ഥിതി അനുസരിച്ചും വ്യത്യാസമുണ്ടാകുന്നതാണ്. അതായത് ചില ആളുകൾക്ക് നോമ്പായിരിക്കും ശ്രേഷ്ഠമായിരിക്കുന്നത്. ഈ ഹദീസിൽ അവസാന സ്ഥാനം നൽകിയിരിക്കുന്ന നോമ്പ് നരകത്തിൽ നിന്നും കാവലാണ് എന്ന് വരുമ്പോൾ ആദ്യ സ്ഥാനം നൽകിയിരിക്കുന്ന ഖുർആൻ ഓതലിൻ്റെ നില എന്താണെന്ന് ചിന്തിച്ചു നോക്കണം. അലി റളിയല്ലാഹു അൻഹു അവർകളിൽ നിന്നും ഇഹിയായിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു:
ഒരാൾ നമസ്കാരത്തിൽ നിന്നുകൊണ്ട് ഖുർആൻ ഷരീഫ് ഓതുകയാണെങ്കിൽ അവന് അതിൻ്റെ ഓരോ ഹർഫിനും 100 നന്മകൾ വീതം ലഭിക്കുന്നതാണ്. ഒരാൾ നമസ്കാരത്തിൽ ഇരുന്നു കൊണ്ട് ഓതുകയാണെങ്കിൽ ഓരോ ഹർഫിനും 50 നന്മ വീതം ലഭിക്കുന്നതാണ്. ഒരാൾ നമസ്കാരത്തിൽ അല്ലാത്ത സമയത്ത് ഉളുവോട് കൂടി ഓതുകയാണെങ്കിൽ ഓരോ ഹർഫിനും 25 നന്മയും, ഉളുവില്ലാതെ ഓതുകയാണെങ്കിൽ 10 നന്മയും ലഭിക്കുന്നതാണ്. ഒരാൾ ഓതുന്നില്ലെങ്കിലും ഓതുന്നതിനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവന് ഓരോ ഹർഫിനും 1 നന്മ വീതം ലഭിക്കുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങളിൽ ഒരുവൻ അവൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമ്പോൾ അവിടെ ഗർഭിണികളായ തടിച്ച വലിയ 3 ഒട്ടകങ്ങൾ അവന് കിട്ടുന്നത് ഇഷ്ടപ്പെടുമോ? തീർച്ചയായും അത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് അവർ മറുപടി പറഞ്ഞു. സ്വഹാബാക്കളായ ഞങ്ങൾ മറുപടി പറഞ്ഞു. അപ്പോൾ തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ അവൻ്റെ നമസ്കാരത്തിൽ 3 ആയത്തുകൾ ഓതുന്നത് ഗർഭിണികളായിരിക്കുന്ന വലിയ തടിച്ച 3 ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ അവന് ശ്രേഷ്ഠമായതാണ്. ഇവിടെ നിസ്കാരത്തിൽ ഓതുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമസ്കാരമല്ലാത്ത സമയത്ത് ഓതുന്നതിനേക്കാൾ ശ്രേഷ്ഠമായതാണ്. അതുകൊണ്ട് ഇവിടെ ഗർഭിണികളായ ഒട്ടകത്തിനോട് ഉപമിച്ചിരിക്കുന്നു. അവിടെ നമസ്കാരം, ഓതൽ എന്നീ 2 ഇബാദത്തുകളുണ്ട്. അതുപോലെ ഇവിടെയും ഒട്ടകം, അതിൻ്റെ ഗർഭം എന്നീ 2 ഉദാഹരണങ്ങളുണ്ട്. ഇതുപോലുള്ള ഹദീസുകൾ കൊണ്ട് വെറും ഉപമിക്കൽ മാത്രമാണ് ഉദ്ദേശം. അല്ലെങ്കിൽ ഒരു ആയത്തിന് കിട്ടുന്ന അനശ്വരമായ പ്രതിഫലം നശ്വരമായ 1000 ഒട്ടകങ്ങളെക്കാൾ ശ്രേഷ്ഠമായതാണ് എന്ന് മറ്റൊരു ഹദീസിൻ്റെ വിവരണത്തിൽ വരുന്നുണ്ട്. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ ഹാഫിളീങ്ങൾ പെരുകുന്ന കുടുംബമാക്കി തരട്ടെ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഖുർആൻ ഓതുന്നതിന് നിർദ്ദേശം നൽകണേ. ഖുർആൻ മനഃപ്പാഠമാക്കാൻ പരമാവധി മക്കളെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സ്വന്തമായി മനഃപ്പാഠമാക്കുക. ഒരു സൂറത്തെങ്കിൽ ഒരു സൂറത്ത് പഠിച്ചാൽ അത്രയും നല്ലതാണ്. പക്ഷെ പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, പഠിച്ച ഖുർആനിൽ എത്ര തന്നെ പഠിച്ചാലും അതിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ആയി ഈ ആയത്ത് അല്ലെങ്കിൽ ആ സൂറത്ത് ഓതിക്കൊണ്ടിരുന്നില്ല എങ്കിൽ കെട്ടയിച്ചു വിട്ട കുതിരയെപ്പോലെ എപ്പോഴും അത് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, സൂക്ഷിക്കണം. അതുകൊണ്ട് കുടുംബത്തിലെ ഒരു ഹാഫിൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കുക. അത് സ്വന്തം മക്കളെ കുട്ടികളെ ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് വേഗം ഹാഫിളാക്കാൻ നോക്കുക. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അതിന് ഒരുപാട് സൗകര്യമുണ്ട്. പല ഹിഫ്ളുൽ ഖുർആൻ കോളേജുകളും ഉണ്ട്. സ്കൂളും ഹിഫ്ളുൽ ഖുർആനും പഠിപ്പിക്കുന്ന കോളേജുകളും ഉണ്ട്. അങ്ങനെയുള്ളിടത്ത് കൊണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടി ഹാഫിളായാലേ നമ്മൾ വല്ലാതെ തമ്മാടിത്തരൊന്നും ചെയ്യാത്ത, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അത്ര വലിയ മുസ്ലിമൊന്നും അല്ലാന്ന്. അങ്ങനെയുള്ളവർക്ക് പോലും ഇവൻ്റെ ശുപാർശ കൊണ്ട് സ്വർഗം കിട്ടിയിട്ട് കഴിച്ചിലാവുമെങ്കിലേ നല്ലല്ലേ. മക്കളെ വരാനിരിക്കുന്ന വലിയ സംഭവമാണ്. ഇവിടെ ആരും നമ്മളോട് മറ്റുള്ളവരൊക്കെ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ ഓരോരുത്തന്മാർ ഈ വീഡിയോൻ്റെ ഒക്കെ അടിയിൽ കമൻ്റ് ഇടാൻ വേണ്ടി വരും. യഹ്സബൂന അന്നൽ അംറ സൈർ, അവർ വിചാരിക്കുന്നു നിസ്സാര കാര്യമാണ് എന്ന്. ചിലർ ഓരോ ഹദീസൊക്കെ വായിക്കുമ്പോൾ വിചാരിക്കുന്നത് ഇത് 1500 കൊല്ലം മുമ്പുള്ള സംഭവമല്ലേ, ഇപ്പോൾ നടക്കുമോ? അന്ന് സഹാബികൾ പട്ടിണി കിടന്നു എന്നൊക്കെ പറഞ്ഞ മാതിരിക്ക് ഇപ്പം നടക്കുമെന്നാ ചിലരെ ചോദ്യം. മനസ്സിലാക്കണം, ഈ 1500 കൊല്ലം മുമ്പുള്ള സൂര്യൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതേ ഭൂമി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതേ അള്ളാഹു തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇവർക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. കാര്യം നിസ്സാരമല്ല. നമ്മുടെ മുന്നിലുള്ളത് വലിയതാണ്, വഴികൾ വലിയതാ, ഒരുപാട് ദൂരം താണ്ടാനുണ്ട്. ഈ ദുനിയാവിലുള്ള ചെറിയ കാര്യം കൊണ്ട് ഇവിടുന്ന് മരിച്ചാൽ ഇവിടുത്തെ വിഷയം കഴിഞ്ഞു. ഇനി എത്ര കോടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അത് പിറ്റേന്ന് കുട്ടികൾ ഓതി വെക്കും. മനസ്സിലാക്കിക്കോ. മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലേ അതിൻ്റെ അപ്പുറത്തില്ല ലോകം.
അല്ലാണ്ട് ഇവിടെ ഡയലോഗ് അടിക്കാനേ എല്ലാ ഇബിലീസുകളും ഉണ്ടാവും. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. ഒരുപാട് മൂച്ചിമ്മക്കാരെ മനുഷ്യന്മാരുണ്ട്. ഫിറോന് കേട്ടിട്ടില്ലേ? ആരായിരുന്നു? സ്വന്തം ദൈവമെന്ന് പറഞ്ഞ ആളാ. അവസാനം പറഞ്ഞെന്താ? മൂസ, ഞാനും വിശ്വസിക്കാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമെന്ന്. കഴിഞ്ഞോ? ഇതെല്ലാം ജീവിക്കുന്ന ഉദാഹരണങ്ങളായി നമ്മളെ മുന്നിൽ തെളിവില്ലേ? മറ്റുള്ള മതങ്ങൾ പറയുന്ന മാതിരിക്കോ അല്ലെ മറ്റു വിശ്വാസക്കാരുടെ വിശ്വാസം പോലെയോ എന്തെങ്കിലും ഐതിഹ്യങ്ങളല്ല നമ്മളെ മുന്നിലുള്ളത്. വ്യക്തമായ തെളിവോട് കൂടിയാ ഖുർആൻ പറയുന്ന ഓരോന്നും. സ്വീകരിച്ചാൽ നിനക്ക് കൊള്ളാം, സ്വീകരിച്ചിട്ടില്ലെങ്കിലും നിനക്ക് തന്നെ നഷ്ടം. ഇനിയിപ്പോൾ ഒരാൾ, നമ്മൾ കുറേ ആൾക്കാർ കൂടിയിട്ട് അള്ളാഹനെ അങ്ങ് ചീത്ത വിളിച്ചു, നമ്മളിതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് എന്താ നഷ്ടമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ദുനിയാവിന് അള്ളാഹു ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില കൊടുത്തിരുന്നുവെങ്കിൽ ഇവിടെ അള്ളാഹു ഇല്ല എന്ന് പറയുന്നവർക്ക് ഒരു തുള്ളി വെള്ളം കിട്ടൂലായിരുന്നു. അള്ളാഹ്ക്ക് കൊടുക്കാൻ കഴിയൂലേ? അങ്ങനെ ചെയ്യാൻ കഴിയൂലേ? ഓർമ്മിച്ച് നോക്കണോ? പക്ഷെ അള്ളാഹു അത്രയും നിസ്സാരമായ, ഏറ്റവും നിസ്സാരമായ ഒരു ലോകത്താണ് നമ്മളിപ്പം ജീവിക്കുന്നത്. ഈ ലോകത്തിൻ്റെ പേരെന്താണെന്നറിയോ? ദുനിയാവ്. ദുനിയാവ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഏറ്റവും നിസ്സാരമായത്. അത് തന്നെ. അപ്പോൾ ഒരു നിസ്സാരമായത് ഉണ്ടാകുമ്പോൾ മേലെയായ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെ ആഗ്രഹിക്കണം. അതാണ് വേണ്ടത്. വീണ് പോകരുത്. ഓരോരുത്തരെ കാത്തോളി. നമ്മൾ പറയാറുണ്ടല്ലോ, ബദരീങ്ങളെ കാത്തോ, മൊയ്‌ദി തങ്ങളെ കാത്തോന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഓരോരുത്തർ അവരവരെ കാത്തോന്ന്. അള്ളാഹു നല്ല രീതിയിൽ ജീവിക്കുന്ന സജ്ജനങ്ങൾ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.